ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ ത്രൂ ഔട്ട് ഡേ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് എൻ്റെ 7th മന്ത് തുടങ്ങിയായിരുന്നു, കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ നാളെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വരും, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ആ ഒരു ഡേ ആണ് കേട്ടോ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കെല്ലാം ഒന്ന് വൃത്തിയൊക്കെ ആക്കണം, റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, അതേപോലെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കണം, അങ്ങനെ കുറേ ജോലികളുണ്ട്. അതിനോടൊപ്പം കുറച്ച് സമയം പഠിക്കുന്നുമുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഫ്രീ ആയി. അതായത് അടുക്കളയിൽ ചെറിയ ചില ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി. അങ്ങനെ കുറച്ച് സമയം പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം തന്നെ പഠിത്തം നടക്കുവാണെങ്കിൽ അത് നടക്കത്തുള്ളൂ. നമ്മൾ എല്ലാം റെഡിയൊക്കെ ആക്കിയിട്ട് വന്ന് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടയേർഡ് ആയിട്ട് അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ GK പോർഷൻസൊക്കെ കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നേരത്തെ നോക്കി പഠിച്ചിരുന്നു. മാത്സിൻ്റെ മാത്രം പെൻഡിങ് ആയിട്ട് വെച്ചിരുന്നു, അത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് ഉള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്സിൽ 1-2 ക്വസ്റ്റ്യൻസാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മാത്സിൻ്റെ ടോപ്പിക് എഴുതിയൊരു ബുക്ക് ഉണ്ടല്ലോ, അതായത് ഇപ്പം ഏജിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് നമ്മൾ ടോപ്പിക് വൈസ് നോട്ട് എഴുതി പോകുന്ന ബുക്കിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യും, അത് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ ഏത് ഭാഗത്തു നിന്നാണോ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോയത് അത് ഞാൻ ആ നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതി വെക്കും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പോകാൻ സാധിക്കും. അതിനോടൊപ്പം മാത്സിൻ്റെ ഓരോ ടോപ്പിക് വൈസും കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഞാനൊരു 1 hour ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി ഞാൻ പറഞ്ഞല്ലോ നാളത്തെ ആ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം, പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വ്ളോഗ്, അതായത് December 31 എടുത്ത ആ ഒരു വ്ളോഗിൽ ഞാനും ഏട്ടനും കൂടെ റൂമും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഈ തവണ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാലും എല്ലാം മൊത്തത്തിലൊന്ന് അടിച്ച് ഒന്ന് തുടച്ച് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പണികളൊക്കെ ഈ കൂടെ ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി ഓരോ വ്ളോഗിലും നമുക്ക് ഓരോരോ ടോപ്പിക്കിനെ പറ്റി ഒന്ന് സംസാരിച്ച് തുടങ്ങാം. അത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്, അതായത് എപ്പോഴും എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ കുട്ടികളുള്ളവർക്കൊക്കെ PSC പഠിക്കാൻ പറ്റുമോ, കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കാൻ പറ്റുമോ, ഈ LDCക്ക് വേണ്ടി 2024 LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റും. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് വീട്ടമ്മമാർ എങ്ങനെ ഈ ഒരു PSC പഠനത്തിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സംസാരിക്കേണ്ടത് ഒരു ജോലിയുടെ ആവശ്യകതയെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ജോലി വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ജോലി വേണമെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ജോലി തിരഞ്ഞെടുക്കാം, ഒരു ഗവൺമെൻറ് സർവീസ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിലെപ്പോഴും കുറച്ചുകൂടെ കംഫോർട്ടബിളും എല്ലാ രീതിയിലും നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് ഗവൺമെൻറ് സർവീസാണ്. എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രൈവറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്കൊരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്രൈവറ്റിലെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ പറയുവാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 9 മണി തൊട്ട് 5 മണി വരെയൊക്കെ ആയിരിക്കും. വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും. സാലറി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ നമുക്കൊരു ലീവിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ അത് പ്രൈവറ്റ് ഫീൽഡിലുള്ള ജോലി ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാലുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി എപ്പോഴും നല്ലത് പ്രൈവറ്റ് ഫീൽഡിനേക്കാളും ഒരു ഗവൺമെൻറ് സർവീസിൽ കയറുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുന്നവർ വളരെ കുറവായിരിക്കും. അതായത് സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്ന് തോന്നുന്ന ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. കാരണം പലർക്കും കുട്ടികളുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, വീട്ട് ജോലികൾ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിയുന്നവരുണ്ട്. അതായത് വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി പഠിക്കാൻ പറ്റും. പക്ഷേ പഠിക്കാനൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത, അങ്ങനെ കഷ്ടപ്പെടാൻ മനസ്സില്ലാത്തവരുണ്ട്. അപ്പോൾ അതുപോലെയുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത്
നിങ്ങൾക്കൊരു സേഫ് സോൺ ആണെങ്കിൽ കൂടി ആ സേഫ് സോണിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഒരാവശ്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം, ഹസ്ബൻഡിനെയോ അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഒരുപക്ഷെ അവർ തരുമായിരിക്കും, എങ്കിലും നമുക്ക് തന്നെ എന്താ പറയുക, നമുക്ക് സ്വയം തോന്നണ്ടേ നമ്മൾ ഏൺ ചെയ്യണം. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആസ് എ പേഴ്സൺ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂസ്, നമുക്ക് കുറച്ചുകൂടെ സോഷ്യലി മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലൊക്കെ സാധ്യമാവുന്നത് ഒരു ജോലി വെളിയിലേക്ക് ഇറങ്ങി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കാതെ സ്മൂത്തായിട്ട് ഇങ്ങനെ അങ്ങ് ലൈഫ് പോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവരുടെ വഴി തന്നെ അങ്ങ് മുമ്പോട്ട് പോവുക. പക്ഷേ ഞാനീ പറഞ്ഞല്ലോ, ഞാൻ എൻട്രിയിലൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് അറിയാം, ഒരുപാട് ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർ, 2ഉം 3ഉം കുട്ടികളുള്ളവർ, എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് പകൽ അധികം സമയം കിട്ടില്ലല്ലോ, അപ്പോൾ രാത്രി വെളുക്കുവോളം പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കഷ്ടപ്പാട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സും. ഓക്കെ, അപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് എല്ലാ ജോലി തിരക്കുകൾക്കിടയിലും കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പഠിക്കാനിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അവരോടാണ്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ടിപ്സിന് മുമ്പ് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ PSC പഠിക്കുന്ന പ്രത്യേകിച്ച് ഹൗസ് വൈഫ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് അവരേറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ചുറ്റുപാട് നിന്നുള്ള ആൾക്കാരിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ. അതായത് ഈ പ്രായത്തിൽ ഇനി PSC പഠിച്ചാൽ കിട്ടുമോ, ഈ തിരക്കിനിടയ്ക്ക് പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ PSC പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാക്സിമം ആരെയും അറിയിക്കാതിരിക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, അവരോടൊക്കെ മാത്രം ഇത് ഷെയർ ചെയ്യുക. ഇനി അങ്ങനെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ സപ്പോർട്ടില്ലാത്തവരും ഉണ്ട്, അതും എനിക്കറിയാം. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, പറ്റുമെങ്കിൽ PSC പഠിക്കുന്ന കാര്യം ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ സമയം കണ്ടെത്തി പഠിക്കുക. പിന്നെ ഇനിയും ഇത് വേറൊരു നിവൃത്തിയില്ല, അതായത് ആൾക്കാരൊക്കെ അറിഞ്ഞു പോകും. ഇപ്പോൾ കോച്ചിങ്ങിനൊക്കെ പോയി പഠിക്കുന്നവരാണെങ്കിൽ ആൾക്കാരൊക്കെ അറിഞ്ഞു പോകുന്നതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നെഗറ്റീവായിട്ട് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അത് നിങ്ങൾ ഓർക്കണം. ശരിക്കും എപ്പോഴാണെന്ന് വെച്ചാൽ പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് മനസ്സിലൊന്ന് ഓർക്കണം, ഇവരങ്ങനെ എന്നോട് പറഞ്ഞല്ലോ എന്നുള്ളത്. എന്നിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഫയറാക്കി മാറ്റണം, അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു ഊർജ്ജമാക്കി മാറ്റണം. ഈ നെഗറ്റീവ് പറഞ്ഞവരുടെ മുമ്പിൽ നാളെ നിങ്ങളൊരു ജോലി വാങ്ങിച്ച് ചെല്ലുമ്പോൾ, അപ്പോൾ നാളെ അവർ പറയും, ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ആ കൊച്ചിൻ്റെ പഠിത്തം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അതിന് PSC കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യരാണ്, അവരിങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾക്കും ഒന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും എല്ലാവരും പറയുന്നതാണ് ഈ ഒരു ഹൗസ് വൈഫ് ആയിക്കഴിഞ്ഞാൽ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സാധാരണ അല്ലാത്ത ഒരാളിരുന്ന് പഠിക്കുന്ന പോലെ 15 അല്ലെങ്കിൽ 12 മണിക്കൂറൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടില്ല എന്നുള്ളത്. അത് ശരിക്കും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് കിട്ടണ സമയം എത്രയാണോ ആ സമയത്തിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 10-15 മണിക്കൂറൊന്നും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്നത് ഒരു 2 മണിക്കൂറാണെങ്കിലും ആ 2 മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അത് എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നല്ല റാങ്കിലേക്ക് തന്നെ എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇരുന്ന് പഠിക്കാൻ സമയം കിട്ടുന്നത് 1-2 മണിക്കൂറായിരിക്കും. പക്ഷെ അല്ലാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? ഇപ്പം നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ വന്നതുകൊണ്ട് അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒരു ഹെഡ്സെറ്റ് മാത്രം മതി, നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാം, അതല്ല അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യമാണ്, നമ്മളതിന് തയ്യാറാവുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ഒരു പേപ്പറിൽ ഇപ്പോൾ ആത്മകഥകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു 5 വേർഡ്സിൻ്റെ അർത്ഥം, മലയാളത്തിൻ്റെ ഒരു 5 പര്യായ പദങ്ങൾ, ഇതൊക്കെ നമുക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ
ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. പക്ഷേ അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഞാൻ അപ്പോൾ അത് മെൻഷൻ ചെയ്യാത്ത. ഞാൻ ആ വീഡിയോ ഒന്നുകൂടി ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആത്മകഥയാണ്. അപ്പോൾ ഓരോ ആത്മകഥകളും അത് എഴുതിയത് ആരാണെന്നുള്ളതും ഒരു ചെറിയ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ജോലി ചെയ്യുന്ന എവിടെയാണോ അവിടെ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് നോക്കുക. അത് അങ്ങനെ എഫോർട്ട് എടുത്ത് അതവിടെ വെച്ചിട്ടുണ്ടല്ലോ ഓടിപ്പോയി എപ്പോഴും നോക്കണം അങ്ങനെയൊന്നും വിചാരിക്കണം. ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന സമയത്ത് അതൊന്ന് നോക്കുക. പക്ഷെ ഞാനിത് എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. അല്ലാത്ത സമയമൊക്കെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അധികം അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഞാനതാണ് എപ്പോഴും ആസ്ഥ അക്കാദമിയുടെ ക്ലാസ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. ഞാൻ പഠിച്ചൊരു ടോപ്പിക്കായിരിക്കും, മിക്കപ്പോഴും ഒരു റിവിഷൻ എന്ന നിലയ്ക്കാണ് ഞാനത് കേൾക്കാറുള്ളത്. ഇപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ നദികളെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച് റിവൈസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ആ റിവിഷൻ ഇരുന്ന് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ആ ഒരു വീഡിയോ ഓണാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ ജോലി ചെയ്താൽ 1 മണിക്കൂറും നമ്മൾ ആ കേട്ടിരിക്കുന്ന വീഡിയോയിലും ശ്രദ്ധിക്കില്ല. പക്ഷേ എങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും മൊത്തത്തിൽ നമുക്കൊരു ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കേൾക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് അത് വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊന്നുകൂടെ രജിസ്റ്റർ ആവും. അപ്പോൾ അത് വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാ സബ്ജക്റ്റും ഡെയിലി പഠിക്കണോ, അങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.